നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളെല്ലാവരും കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ കോൺടാക്റ്റ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. കോൺടാക്റ്റുകൾ നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാം, നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മുടെ സിം കാർഡ് നഷ്ടപ്പെട്ടാലും നമ്മുടെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെടാതെ എങ്ങനെ തിരിച്ചെടുക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ കോൺടാക്റ്റ് എവിടെയാണ് ഗൂഗിൾ സേവ് ചെയ്യുന്നതെന്നും മാത്രമല്ല നമ്മുടെ കോൺടാക്റ്റുകൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഡിലീറ്റ് ചെയ്ത് പോയ കോൺടാക്റ്റുകൾ നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇതിൽ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് മുമ്പ് ഓർക്കുക, നിങ്ങൾ സേവ് ചെയ്യുന്ന കോൺടാക്റ്റുകൾ ഏത് ഗൂഗിൾ ഐ ഡിയിലാണ്, നിങ്ങൾ ഏത് ജിമെയിലാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ താഴെ ഭാഗത്തിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കൂടുതൽ ഇമെയിലുകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺടാക്റ്റ് 467 എന്ന് കാണും. എൻ്റെ ഈ ഒരു മെയിലിനകത്ത് ഞാൻ 467 കോൺടാക്റ്റുകൾ സേവ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അതായത് ഞാൻ സേവ് ചെയ്യുന്ന കോൺടാക്റ്റുകളൊക്കെ എൻ്റെ ഇമെയിലിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും അവസാനത്തിൽ കാണുന്ന ഈ അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, ഗൂഗിൾ സേവ് ചെയ്യുന്ന കോൺടാക്റ്റുകൾ എവിടെയാണ് കിടക്കുന്നതെന്ന്. അത് കാണുന്നത് ഇവിടെയാണ്. നമ്മൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഓരോ കോൺടാക്റ്റുകളും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്തുള്ള ഈ 3 ലൈന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു കോൺടാക്റ്റ് 2 തവണ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മെർജ് ആൻഡ് ഫിക്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് മെർജ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 2 നമ്പർ ഇവിടെ സേവ് ചെയ്ത് ഒരേ പേരിൽ 2 നമ്പർ സേവ് ചെയ്ത് കാണും. അത് നമുക്ക് മെർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരു പേരാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം ഇവിടെ മുകളിലുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇമെയിലിലേക്കോ മറ്റോ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയ കോൺടാക്റ്റുകൾ എവിടെയാണ് കാണാൻ നോക്കാം. നമ്മൾ അടുത്ത ഭാഗത്തുള്ള ഈ 3 ലൈൻ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കോൺടാക്റ്റ് 466 എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ബിൻ എന്നൊരു ഓപ്ഷൻ കാണും. ഈ ബിൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഏതെങ്കിലും കോൺടാക്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ സാധിക്കും. ഓർക്കുക, 30 ദിവസം വരെ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കും. 30 ദിവസം കഴിഞ്ഞാൽ ഇതിവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആ കോൺടാക്റ്റിലൊന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ ചോദിക്കും. ഇവിടെ റീകവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ കോൺടാക്റ്റ് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോയ കോൺടാക്റ്റുകൾ ഇങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഗൂഗിൾ സേവ് ചെയ്യുന്ന കോൺടാക്റ്റുകളൊക്കെ ഇവിടെ വെച്ച് കാണാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.